ഹലോ, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റിലുള്ളവർക്ക് ഒരു 3x ഒക്കെ എടുക്കാം, മിനിമം ഒരു 2x എങ്കിലും എടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന്. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. മോർണിംഗ് തന്നെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് ഞാൻ എടുത്തു. മോർണിംഗ് ഒരു സൈഡ് എടുത്ത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സീപ്പർ റേഞ്ചിൽ നിന്ന് തട്ടിയിട്ട് റിവേഴ്സിൽ പോകുന്ന ടൈമിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ആയതും ഞാൻ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ ടാർഗറ്റ് വെച്ച് അവിടെ നിന്ന് തട്ടിയിട്ട് റിവേഴ്സലാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ എക്സിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ തട്ടി അവിടെ നിന്നൊരു വലിയൊരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് ആയിട്ട് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഞാൻ എൻട്രി എടുത്ത ടൈമിൽ തന്നെ അത് മൂവിങ് ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് കിട്ടിയത്. എനിക്ക് ആ റേഞ്ചിൽ തന്നെയാണ് എനിക്ക് കിട്ടുകയും ചെയ്തത്. അപ്പോൾ കുറച്ചൊരു പ്രീമിയത്തിൽ വ്യത്യാസം വന്ന ശേഷമാണ് ഞാൻ എടുത്തത് തന്നെ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ക്ലോസിങ് ആയതും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്ലോസിങ് ആയത് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെനിഫിറ്റ് ആയിട്ടുണ്ടാവുമായിരുന്നു. ഒരു 10-15 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം അത്രയേ ഉള്ളൂ. അത്രയേ ഉണ്ടാവുള്ളൂ. എന്നാൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ആ റേഞ്ചിൽ അത്ര വ്യത്യാസമാണ്. അപ്പോൾ സംഭവം എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തായാലും ഞാൻ ഇവിടുന്ന് ഈ റേഞ്ചിൽ ഇറങ്ങുകയും ചെയ്തു സംഭവം ഇന്ന്. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് മൂവ് ആവറേജ് ഉണ്ട്, പിന്നെ CPR ലെവലുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് നല്ലൊരു ഡൗണിലേക്ക് വന്നു. അതിനുശേഷം ഇത് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് വലിയൊരു ക്യാൻഡിൽ തന്നെ ഇവിടേക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ അടുത്തൊരു സപ്പോർട്ട് തന്നെയാണ്, ഈ ഒരു റേഞ്ച് സപ്പോർട്ടാണ്, ഈ ഒരു റേഞ്ച് സപ്പോർട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നെ എനിക്ക് വീണ്ടും ഒരു പീസ് എടുക്കാമെന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം വേണ്ട ഒഴിവാക്കിയിട്ട് ഇങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് തോന്നിയപ്പോൾ എനിക്ക് ഈ ഒരു റേഞ്ചിൽ എന്തായാലും ഒരു സപ്പോർട്ട് എടുത്ത് പോവും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കളിക്കും, സൈഡ് വൈസ് കളിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്താണ്, അവിടെ നല്ല രീതിയിൽ മാർക്കറ്റിൽ നിന്ന് ക്രാഷ് ആയെന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഏകദേശം നല്ലൊരു രീതിയിൽ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 1.5% ടോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ അതൊരു എനിക്കൊരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എടുക്കുകയാണെങ്കിൽ കൂടെ ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അവിടെ നിന്ന് എടുത്താൽ കൂടെ 2x മേലെ എന്തായാലും അവിടെ റിട്ടേൺ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ വേറൊരു പിന്നെ ഈ ഒരു സിങ്ങും എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പിന്നെ ഡൗണിക്കുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മോർണിംഗ് തന്നെ ഞാൻ എൻട്രി എടുത്ത് സൈഡിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാതെ സൈഡിലേക്ക് മാത്രം എനിക്ക് ചെറിയൊരു മോർണിംഗ് തന്നെ ഒരു പ്രോഫിറ്റായി ഇറങ്ങേണ്ട അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെറിയ പ്രോഫിറ്റ് എടുത്തു ഇറങ്ങി. ഏകദേശം 50% അടുത്തോളം എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അതും വലിയ നഷ്ടമൊന്നുമില്ല. 100 പോയിൻറ്റ്സിൻ്റെയാണ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ 50% ഒന്നുമില്ല. ഒരു അതായത് 100 പോയിൻറ്റ്സ് 120 ആ ഒരു പോയിൻറ്റ്സിൻ്റെ അടുത്ത് അത്രയോളം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് 400 പോയിൻറ്റ്സ് തന്നെ 520 ആ റേഞ്ചിൽ എനിക്ക് വെക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ചെറിയൊരു പ്രോഫിറ്റ്. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്നല്ല ഞാൻ ഇറങ്ങിയത്. ടോപ്പിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പ്രോഫിറ്റ് ഒന്നുകൂടി കൂടും. പക്ഷേ ടോപ്പിൽ നിന്നല്ല എനിക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം, ഒരു 50-60 പോയിൻറ്റിൻ്റെ ഡൗണിലേക്ക് വന്നിട്ടൊക്കെ ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ അതൊന്നും വിഷയമില്ല. നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ആണോ അല്ലേ എന്നുള്ള മാറ്റർ. അപ്പോൾ ഇന്ന് എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ് അറൗണ്ട്. അപ്പോൾ എനിക്ക് ഈ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൗണിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഡൗണിലേക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടും അതെടുക്കാനുള്ളൊരു അതിൽ ഞാനും ഒരു അംഗമാവാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷെ അത് കാര്യമില്ല. നമുക്ക് എന്തായാലും എല്ലാ ദിവസവും മാർക്കറ്റ് ഉണ്ട്, എല്ലാ ദിവസവും നല്ല നല്ല മൂവ്മെൻറ്റ്സ് വരും. ഒരു ദിവസം മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ സമാധാനിക്കുക, അത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സമാധാനിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ നിഫ്റ്റിയിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അതിൽ എനിക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ നിഫ്റ്റിയിലും ഇതേപോലെ തന്നെ സൈഡിലേക്ക് തന്നെ എടുത്തു. അതിന് ശേഷം ഇറങ്ങുകയാണ് ചെയ്തത്. സൈഡിലേക്ക് എടുത്തു, പിന്നെ എൻട്രി പോയിന്റിൽ എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇന്നലെ വലിയൊരു പ്രോഫിറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത ശേഷം
ഈ ഒരു റേഞ്ചിലാണ് പിന്നെ മൂവിങ് ആവറേജ് ബ്രേക്ക് ഔട്ട് ചെയ്ത് സീപ്പർ ബ്രേക്ക് ഔട്ട് ചെയ്ത ടൈമിലാണ് ഞാൻ ചെറിയ സ്റ്റോപ്പ് ലോസും വെച്ച് ചെറിയൊരു ടാർഗറ്റും വെച്ചിട്ട് ആണ് ഇരുന്നത്. പക്ഷേ അത് അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് തട്ടാതെ നല്ലൊരു കയറ്റം കയറി. പിന്നെ അതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ലോസ് കയറ്റി വയ്ക്കുകയും ചെയ്തു. അതിന് ശേഷം വീണ്ടും ഡൗണിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഞാൻ എൻട്രി പോയിൻറ്റിൻ്റെ ഏകദേശം അടുത്ത് തന്നെ വന്നു. പ്രീമിയത്തിൽ ഇതൊക്കെ ഈ റേഞ്ചിൽ ഇറങ്ങിയാലും കൂടെ നമുക്കത് എൻട്രി പോയിൻറ്റിൽ ഇറങ്ങുന്ന തുല്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നലെ എൻട്രി പോയിൻറ്റിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. അതിന് ശേഷം പിന്നെ വീണ്ടും എൻ്റെ സ്റ്റോപ്പ് ലോസൊക്കെ അടിച്ചിട്ട് പിന്നെ ഒരു മേലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നന്നായി എന്തായാലും ഒന്നിൽ ഇവിടെ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് എൻട്രി പോയിൻറ്റ് തന്നെ ഇറങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നല്ല രീതിയിൽ മാർക്കറ്റ് ഇന്നലെ അപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിട്ടാണ് ഇന്നും ഒരു ബുള്ളിഷ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഓവറോൾ നോക്കിയിട്ട് എടുത്തത്. എന്നും അപ്പ് ട്രെൻഡ് ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ അതുപോലെ തന്നെ CPR എല്ലാ റേഞ്ചും ഏകദേശം കറക്റ്റ് തന്നെ ആയിരുന്നു. പക്ഷെ എന്താണ് നല്ലൊരു ഇതിൽ ബ്രേക്ക് ഔട്ട് താഴേക്കാണ് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ടോട്ടലി എൻ്റെ വ്യൂ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഡൗണിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഇലക്ഷൻ കഴിയുന്നവരെ ചിലപ്പോൾ ഡൗണിലേക്ക് പോവും എന്നുള്ളൊരു എൻ്റെ വ്യൂ ആണ് എൻ്റെ ഉള്ളത്. എന്താവുമെന്ന് അറിയില്ല, മാർക്കറ്റ് തീരുമാനിക്കും. പക്ഷേ അതല്ല എൻ്റേതായിട്ടുള്ളൊരു വ്യൂ. വേറെ അതായത് മാർക്കറ്റ് നിരീക്ഷകർ പറയണത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താണ് എൻ്റെ ഒരു വ്യൂ, ഈ ഒരു ഇലക്ഷൻ കഴിയുന്നവരെ ചിലപ്പോൾ ഡൗണിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മോദി തന്നെയായിരിക്കും മൂന്നാമത്തെയും CM ഇവിടെ വരുന്നത്. പക്ഷേ മോദി പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡൗണിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് എവിടെ നിന്നാണോ കയറി അവിടേക്ക് തന്നെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വ്യൂ ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം വലിയൊരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റെങ്കിൽ ക്യാപ്ചർ ചെയ്തിട്ട് എനിക്ക് ലോസ് ഇല്ലാതെ ഇറങ്ങാൻ പറ്റി എന്നുള്ളതാണ്. അതൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണോ കിട്ടിയത് അത് മതി എന്നുള്ളൊരു ബേസിൽ സമാധാനിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമാധാനിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ ലൈവ് സംഭവം കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ തന്നെയാണ് മെയിൻ. അപ്പോൾ വെറുതെ കാണാതെ ലൈവ് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അതിലിപ്പോൾ കാണാൻ ആളുണ്ടാവും ഇല്ലയോ എന്നല്ല, പക്ഷെ അത് ചെയ്യുന്നത് വൃത്തിയായി ചെയ്തിട്ടില്ലെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാത്തത്. ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രേഡ് എവിടെ നിന്നാണ് എടുക്കുന്നതെല്ലാം ഞാൻ എനിക്കും പറഞ്ഞു തരാമായിരുന്നു. ഇതുപോലെ മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ട് പറയുന്നതിനെക്കാട്ടും നല്ലത് മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് എടുക്കണം എന്നുള്ളത് എൻ്റെ വ്യൂവും കാര്യങ്ങളും ഇതൊക്കെ ലൈവിലിരുന്ന് പറയണതാണ് ഒന്നുകൂടി ബെറ്റർ. പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല. മാക്സിമം ഈ ഒരു വീക്കിനുള്ളിൽ ഞാൻ അത് ശരിയാക്കിയിട്ട് നമുക്ക് മാക്സിമം ലൈവിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് ലൈവ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് മാർക്കറ്റ് നാളെ മന്ത്ലി എക്സ്പയറി വേറെയാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും നാളത്തേക്ക് മാർക്കറ്റ് നോക്കിയിട്ട് ട്രേഡ് എടുക്കാം. താങ്ക് യു.